കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ കാട് കയറി ചിന്തിക്കണ്ട പ്രിയേ. ഇങ്ങനെ ചിന്തിച്ചാല് അവസാനം നിനക്ക് ഭ്രാന്ത് പിടിക്കും. ഒട്ടായിന്നാ തോന്നുന്നു. സമനില തെറ്റിയിട്ടൊന്നും അല്ല ഞാനീ പറയുന്നത്. സത്യവാ. പ്രിയ കുറെ നേരമായിട്ട് മോനുണ്ടെന്ന് പറയുന്നില്ലേ? ഇതൊക്കെ കേട്ടിട്ട് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പ്രിയക്ക് മോനുണ്ടോ? ഉണ്ടോ ഇല്ലയോന്നൊന്ന് പറയേ. ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു അനന്തരവനെ സൃഷ്ടിക്കും. അതിന് പറ്റുമോ? ഇതെന്താ ഒന്നും മിണ്ടാത്തെ? എന്തായാലും ബോഡി എടുത്തോളൂ. ചിത ആരെയെങ്കിലും കൊണ്ട് കത്തിക്കാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ മകനെ കൊണ്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ ചേട്ടനെ ഇവിടുത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാനതിനെ അനുവദിക്കില്ല. അമ്മേ, അനുവദിക്കില്ല. ഞാൻ എന്റെ ചേട്ടനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ കഴിഞ്ഞല്ലോ. അപ്പോ ചേട്ടൻ എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളോ? എന്നെ വിട്ടു പെരുന്നിട്ട് ചേട്ടന് പറ്റോ? ചേട്ടാ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി ചേട്ടാ? ചേട്ടനില്ലാത്തൊരു ലോകത്ത് ഞാൻ ജീവിക്കുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? ഞാനും വരുവാ ചേട്ടാ കൂടെ. ഞാനും വരുന്നു. അടുത്തത് ഇവളുടെ ആത്മഹത്യ. ഞാനും വരുവാ കൂടെന്ന് എന്ന് വെച്ചാ ചത്തു തുലഞ്ഞു കിടക്കുന്നവൻ കൊടൈക്കനാലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവല്ലേ അപ്പച്ചി? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ആട്ടിമുട്ടി കളി വരിക. പ്രിയേ, നീ ഇങ്ങനെ കരയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറു. ബോഡി എത്രയും പെട്ടെന്ന് സംസ്കരിക്കണം. അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യാതെ എന്റെ ചേട്ടന്റെ ശരീരം സംസ്കരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ആൺമക്കൾ വേണം. പ്രിയയ്ക്കത് ഇല്ലല്ലോ. പെണ്ണുങ്ങളെ കൊണ്ട് ഉദകക്രിയ ചെയ്യുന്ന പതിവില്ല. എന്റെ പ്രിയെ, നീയൊന്ന് എഴുന്നേറ്റ് മാറ്. എത്രയും പെട്ടെന്ന് മറ്റു ചടങ്ങുകളൊക്കെ നടക്കട്ടെ. ചടങ്ങുകൾ നടക്കണം. അത് അന്ത്യബലിയ. അത് ചെയ്യാൻ അർഹതപ്പെട്ടവരുണ്ട് ഇവിടെ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അത് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എന്റെ ചേട്ടനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത്.
ചേട്ടന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടില്ല. ജീവിച്ചിരിക്കുന്ന മകന് കിട്ടുന്ന ഏറ്റവും വലിയ ശാപമായിരിക്കും അത്. ജീവിച്ചിരിക്കുന്ന മകനോ? എന്നിട്ട് മകനെവിടെ? ഇത് ചത്തുപോയവന്റെ ശവശരീരത്തോട് കാണിക്കുന്ന അക്രമോ? എത്ര സ്പ്രേ അടിച്ചാലും ശവം ചീഞ്ഞു നാറാൻ തുടങ്ങിയ ഈ പരിസരത്ത് ഒരുത്തർക്കും നിൽക്കാൻ പറ്റില്ല. മരിച്ചവന്റെ ആത്മാവ് പരമാത്മാവിൽ ലയിക്കാതെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ടെന്ന് ഓർക്കണം. ആത്മാവിനോട് നീതികേട് കാണിച്ച അതിൽ പരം വേറെ മഹാപാപോ ഇല്ല. എന്റെ പ്രിയെ, നീ ഇങ്ങനെ വാശി പിടിച്ച ഇല്ലാത്ത മകൻ എങ്ങനെ ഉണ്ടാവാനാ? എന്റെ പ്രിയെ, ശൂന്യതയിൽ നിന്നും മകനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റൂ? നിനക്കിനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കർമ്മം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആണിനെ കൂലിക്കെടുക്കാം. അത് മതിയോ? അതെ, 1000 രൂപ കൊടുത്താൽ മതി. അതിഥി തൊഴിലാളിയെ കിട്ടും. എന്റെ ചേട്ടന്റെ അന്ത്യകർമ്മം ചെയ്യാൻ ചേട്ടൻ ജനിപ്പിച്ചൊരു മകനുണ്ട് ഇവിടെ. എന്ത്? അവൻ ചെയ്യണം കർമ്മം. എന്താ ദുർഗ ഇത്? എന്നിട്ടേ സംസ്കാരം നടക്കൂ. അമ്മ, എന്തൊക്കെയാ അമ്മേ പറയുന്നത്? എന്റെ ദൈവമേ, ഇവക്ക് മുഴു ഭ്രാന്തായല്ലോ. ഇങ്ങനെ വാശി പിടിച്ച ആകെ പ്രശ്നമാവും. ബോഡി ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഒന്നാമതേ ദുർമരണം. ചത്ത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഇനി ഒരേ ഒരു പോംവഴിയുള്ളൂ. ഞാനത് പ്രയോഗിക്കാൻ പോവാ. നിങ്ങളൊന്നും വന്നേ. ഇനി താമസിക്കണ്ട. ഭർത്താവ് മരിച്ചതിന്റെ ഷോക്കില് പ്രിയ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നതാ. നമ്മളതൊന്നും കാര്യമാക്കണ്ട. മരിച്ചവരോട് കാണിക്കുന്ന നീതികേടാ ഇതൊക്കെ. കുറച്ചു കഴിഞ്ഞാൽ ഇതൊരു പൊതു പ്രശ്നമായിട്ട് മാറും. അതിനു മുമ്പ് ബോഡി ദഹിപ്പിക്കണം. ഇല്ല, ഞാൻ മാറില്ല. അമ്മ, അമ്മ, അമ്മ എണീക്കണ്ട. സമ്മതിക്കില്ല. പ്രിയ, പ്രിയ, വന്നേ. ഇല്ല, ഞാൻ മാറില്ല. അമ്മ, പ്രിയ, നിന്നോടാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് എഴുന്നേക്കാൻ. ഇല്ല, ഇല്ല, ഇല്ല. എന്റെ തീരുമാനം നടപ്പിലാക്കി ഞാൻ അടങ്ങും. ജീവിച്ചിരുന്നപ്പോ ഏറ്റവും വലിയ ത്യാഗം കാണിച്ച ഒരു പല്ല് മനസ്സിനോട് എന്നെ ചെയ്യട്ടെ. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജനിപ്പിച്ച മകനെ പോലും മനഃപൂർവ്വം മറക്കാൻ തയ്യാറായ ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യനോട് മരിച്ചു കിടക്കുമ്പോഴെങ്കിലും എനിക്ക് നീതി പുലർത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ വെറുതെ വിടില്ല. അവളെ പിടിച്ചു മാറ്റു ദുർഗെ. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ പ്രിയേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിർത്ത. പ്രസാദേട്ടാ, പ്രസാദേട്ടാ, പ്രിയ ഒന്ന് പിടിച്ച് മാറ്റ്. ബോഡി ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അറിയാം.
പക്ഷേ ഒരാൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ അയാളുടെ ആത്മാവ് എന്താഗ്രഹിക്കുന്നു അതെല്ലാം കൊടുത്ത യാത്രയാക്കാൻ പറ്റും. അതിന്റെ പേര് അന്ത്യകർമ്മം എന്ന് പറയുന്നത്. ഇതിനെയും കൊണ്ട് എങ്ങോട്ടാ? ആദ്യം കൊണ്ട് കർമ്മം ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈവിട് പ്രസാദേട്ടാ, വേണ്ട. മാറി നിൽക്കടി. ജീവിച്ചിരുന്നപ്പോ പലരും ഈ മരിച്ചു കിടക്കുന്നവന്റെ ഉള്ളറിഞ്ഞില്ല. മരണത്തിലെങ്കിലും ഇവന്റെ വലിയ മനസ്സ് എല്ലാരും അറിയണം. നീ ആഗ്രഹിക്കുന്ന പോലെ അവന്റെ അന്ത്യകർമ്മം നടക്കും. നിങ്ങളുടെ സ്വന്തം മകൻ തന്നെ ജയന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യും. ജയന്റെ മകനെ തിരക്കി ആരും എങ്ങും പോണ്ട. അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയോ? അതെ, ഇവിടെ തന്നെ. എല്ലാവരുടെയും കൺവെട്ടത്ത്. പ്രസാദേട്ടാ, എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. താൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത വലിയൊരു സത്യം. ഈ നിൽക്കുന്ന ആദി ഇവനാ ജയന്റെയും പ്രിയയുടെയും മകൻ. എന്താ ദുർഗ ഇത്? നീ എന്തൊക്കെ കാണണം? നമ്മുടെ ആദ്യോ ജയന്റെയും പ്രിയയുടെയും മകനാണെന്നോ? അവന്റെ അച്ഛൻ ഈ മരിച്ചു കിടക്കുന്ന ജയന. ആങ്ങളയ്ക്കും പെങ്ങൾക്കും എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാ നിങ്ങൾ ഈ വിളിച്ചു പോകുന്നേ? ഇവൻ എന്റെ മോൻ ഇവരുടെ മോനാന്നോ? അതേന്ന്. എന്റെ പെങ്ങള് പ്രിയയും അവളുടെ ഭർത്താവായ ജയനും കൂടി നിനക്ക് തന്ന ദാന ഈ നിൽക്കുന്ന ആദി. പുത്രനെ കിട്ടിയില്ലെങ്കിൽ ജീവനൊടുക്കെന്ന് പറഞ്ഞ നിന്റെ വാശിക്ക് മുമ്പിൽ സ്നേഹനിധിയായി ഇവര് വെച്ച് നീട്ടി തന്ന ദാനമാടി ഈ നിൽക്കുന്ന ആദി. നീ ജീവിച്ചിരിക്കാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന ഈ വലിയ മനുഷ്യനും അയാളുടെ ഭാര്യയായ എന്റെ പെങ്ങളും കൂടി
നിനക്ക് തന്ന ത്യാഗത്തിന്റെ രൂപമാടി ദൈവം. ഇവനും എന്റെ അച്ഛനായ ജയന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യും. നിങ്ങൾക്കൊക്കെ പ്രാന്ത. എന്റെ മോന, ഇവൻ എന്റെ മോന. എനിക്ക് ഭ്രാന്തില്ല. എന്റെ പെങ്ങള് പ്രിയക്കും ഭ്രാന്തില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യം. നീ ഇനിയെങ്കിലും ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. ഇവൻ നമുക്ക് ജനിച്ച മകനല്ല. ഇവന്റെ അച്ഛനും അമ്മയും ഈ ജയനും പ്രിയ. ദുർഗേ, നിന്റെ ഭർത്താവായിരിക്കുന്ന ഈ പ്രസാദ് ഉണ്ടല്ലോ, ഇവൻ ലോക ചതിയനാ. ഇവൻ നിന്നെ തകർക്കാൻ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുക. ഈ ചതിയിൽ നീ വീഴരുത്. ഇനി നിങ്ങൾ മിണ്ടിപ്പോരുത്. മിണ്ടിയ നീ എന്ത് ചെയ്യോടാ? എന്നെ മൂക്കി കഴിച്ചോ? ഒന്ന് പോടാ അവിടുന്ന്. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഞാൻ ചിലപ്പോ തന്നൊന്നും വരില്ല. പിന്നെ ഇനി ഇവിടെ നിങ്ങളുടെ ശബ്ദം ഉയർന്ന ഇവിടെ 2 ശവസംസ്കാരം നടക്കും. അതിലൊന്ന് നിങ്ങളെ ആയിരിക്കും. അത് നിന്റെ മനസ്സിൽ വെച്ചിരുന്നാ മതി. നിങ്ങൾ എന്റെ അടുത്ത് കള്ളം പറയുക. ഇവൻ എന്റെ മോനാ, എന്റെ മോൻ. അത് നിന്റെ മകനല്ല. ആണ്. ഈ പ്രിയയുടെയും ജയന്റെയും മകനാ. ആദ്യം നീ പ്രസവിച്ചതല്ല. അല്ല അല്ല അല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി നോക്കുക. ഇവൻ എന്റെ മോന, ഇവൻ എന്റെ മോന, എന്റെ പൊന്നു മോന, എന്റെ ജീവന്റെ ജീവനാ ഇവൻ. ഞാൻ നൊന്ത് പ്രസവിച്ചതാ ഇവന്. ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. എടാ എടാ, നീ എന്റെ ലോകമാ. ഞാനിവനെ ആർക്കും വിട്ടൊന്നും തരില്ല. എന്നെ വിട്. നീ വിശ്വസിക്കരുത്. എന്നെ വിട്. ഇവൻ നമ്മുടെ മകനല്ല. മിണ്ടരുത്, മിണ്ടരുത് നിങ്ങള്. ഞാൻ പെറ്റു വളർത്തി എന്റെ പൊന്നു മോനാ. എന്റെ മോനല്ല എന്ന് പറയുന്നു. ഇവനെ ഞാൻ ഒരുത്തേക്കും വിട്ടുകൊടുക്കില്ല, കൊടുക്കില്ല. മരിക്കണം ഞാൻ ഇവനെ വിട്ടുകൊടുക്കണമെങ്കിൽ. മോനെ ആദി, എടാ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. നമുക്ക് പോവാം. നീ വാ. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദി ഇല്ല, നീ വാ. എടാ എടാ, ഇവരെന്തിനാ ശ്രമിക്കുന്നറിയാവോ? നിന്നെ എന്നെ നകറ്റിക്കൊണ്ട് പോവാനാ. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നു മോനെ എന്നെ കൊണ്ടുപോനെ ഒരുത്തേക്കും ഒരു ശക്തിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ദുർഗ, പറയുന്ന കേൾക്ക്. ദുർഗ,